ബി.ജെ.പിക്ക് കേരള നിയമസഭയിൽ അംഗങ്ങളില്ല. ഇനി അംഗങ്ങളില്ല എന്ന് വെച്ച് ബി.ജെ.പിക്ക് ഒരാവലാതിയും ഇവിടെ ഇല്ല. കാരണം ബി.ജെ.പി പറയാനും വ്യാജപ്രചരണത്തിലൂടെ നടത്തുന്നതുമായ എല്ലാ കുപ്രചരണങ്ങളും സഭയിൽ ബി.ജെ.പിയുടെ ഏജൻ്റായ CPM-കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബി.ജെ.പിയുടെ MLA ഉള്ളതിനേക്കാളും സന്തോഷമാണ് അവർക്ക്. ഈ രാജ്യം മുഴുവൻ ബി.ജെ.പിയുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ്. അതേ ബി.ജെ.പിയുടെ ഏജൻ്റായി മാറിയ CPM ആണ് കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ വ്യാജപ്രചരണം നടത്തിക്കൊണ്ട് അങ്ങനെ കോൺഗ്രസ് മുക്ത കേരളമാക്കി മാറ്റാൻ നോക്കുന്നത്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായി അവർ നിരന്തരം ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നതും തകർക്കാൻ നോക്കുന്നതും സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെയാണ്. അതൊരു രീതിയാണ് ബി.ജെ.പിയുടെ. അത് തന്നെയാണ് കേരളത്തിൽ CPM നേതാക്കളും ചെയ്യുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്ത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിൽ മാത്രമാണ് ജയിക്കാൻ കഴിയുന്ന വോട്ടുകളുള്ളത്. അങ്ങനെ ഒരു സംസ്ഥാനത്ത് മാത്രം ജയിച്ചാൽ ദേശീയ പാർട്ടി എന്ന പദവി സ്വപ്നം കാണാൻ പോലും കഴിയില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോഴും CPM-നെ കൂടെ നിർത്തി സഹായിക്കുന്നത് കോൺഗ്രസ് മാത്രമാണ്. CPM-ൻ്റെ പൊടി പോലുമില്ലാത്ത രാജസ്ഥാനിൽ കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ CPM ജയിക്കുന്നു. ജമ്മു കാശ്മീരിൽ ഒരു സീറ്റിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ജയിക്കുന്നു. തമിഴ്നാട്ടിൽ CPM കോൺഗ്രസിൻ്റെ കൂടെയാണ്. ഇവിടെയെല്ലാം സീറ്റുകളുണ്ട്. കൂടാതെ 34 വർഷം ഭരിച്ച ബംഗാളിൽ കോൺഗ്രസിൻ്റെ കാല് പിടിച്ച് കരഞ്ഞതുകൊണ്ടാണ് CPM-നെ കൂടെ കൂട്ടുന്നത്. പക്ഷേ പിണറായി വിജയൻ്റെ CPM ബി.ജെ.പിയുടെ ഏറാൻ മൂളികളാണ്. നിയമസഭയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ അതെല്ലാം മനസ്സിലാകും. പണ്ട് രാഷ്ട്രീയത്തിൻ്റെ തുടക്കത്തിൽ VS പക്ഷത്ത് നിലയുറപ്പിച്ച് നല്ല രാഷ്ട്രീയം പഠിച്ചവരും നയിച്ചവരും പിന്നീട് പണത്തോടും പദവിയോടുമുള്ള ആർത്തി മൂത്തപ്പോൾ VS-നെ ചവിട്ടിപ്പുറത്താക്കി പിണറായി വിജയനോടൊപ്പം ചേരുകയും ചെയ്ത നേതാക്കളാണ് P. രാജീവ്, MB രാജേഷ്, KN ബാലഗോപാലൻ, ശിവൻകുട്ടി തുടങ്ങിയ നേതാക്കൾ. അവരെല്ലാം ഇന്ന് മന്ത്രിമാരാണ്. ബാലഗോപാലൻ അത്രയ്ക്ക് വരില്ലെങ്കിലും ബാക്കി 3 പേർ ബി.ജെ.പിയുടെ ഏജൻറ്റുമാരായിട്ടാണ് ഇപ്പോൾ സഭയിൽ കാണുന്നത്. VS-ൽ നിന്നും മാറി പിണറായി വിജയനോടൊപ്പം വന്നതിന് ശേഷമാണ് ബാഗിൽ പിടിക്കാത്ത കള്ളപ്പണം കൈതോലപ്പായയിലെല്ലാം കടത്തിയെന്ന് കണ്ടവർ മൊഴി നൽകിയത്. അതേ പിണറായി സംഘമാണ് ഇപ്പോൾ കോൺഗ്രസിനെ ആക്ഷേപിച്ച് ബി.ജെ.പിക്ക് സന്തോഷം വരുത്താൻ സഭയിൽ തമ്പടിച്ച് പ്രശ്നമുണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഈ അരിയാഹാരം കഴിക്കുന്ന ബുദ്ധിയുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ വളച്ചൊടിച്ച് സംസാരിക്കില്ലായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം കട്ടുവെന്ന് SIT കണ്ടെത്തിയത് 2019-ലാണ്. എന്നാൽ ഇതേ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടത് 2013-ലാണ്. അന്ന് പോറ്റി വെറും കീഴ്ശാന്തി മാത്രമാണ് ശബരിമലയിൽ. അപ്പോൾ എങ്ങനെയാണ് സ്വർണം കൊടുത്തു എന്ന് പറയുന്നത്? എന്നാൽ ഇതേ ഉണ്ണികൃഷ്ണൻ പോറ്റി 2019-ന് ശേഷമാണ് നിരന്തരം കേരള മുഖ്യമന്ത്രിക്കൊപ്പവും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമൊപ്പവും വിലസി നടക്കുന്നത്. എത്രയോ തവണ എത്രയോ വീഡിയോയിൽ നമ്മളത് കണ്ടു. അങ്ങനെ മോഷ്ടിച്ച സ്വർണമെല്ലാം ഒളിപ്പിച്ച് വെച്ചത് ഈ പറയുന്ന മന്ത്രിമാരുടെ കേന്ദ്രങ്ങളിലാണ് എന്നുള്ള വാർത്തയും ചിലർ പുറത്തു വിടുന്നുണ്ട്. പക്ഷെ അതെല്ലാം മറച്ചു വെക്കാനാണ് ഈ പറയുന്ന 3 മന്ത്രിമാർ പിണറായിയെ രക്ഷിക്കാൻ ഈ അധര വ്യായാമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവർ CPM നേതാക്കൾ എന്നതിനപ്പുറം ബി.ജെ.പി ഏജൻറ്റുമാർ മാത്രമാണ്. കാരണം ബി.ജെ.പിയുടെ ആത്യന്തിക ലക്ഷ്യമായ സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെ തകർക്കുക എന്ന ദൗത്യം കേരളത്തിൻ്റെ നിയമസഭയിൽ ഏറ്റെടുത്ത് പറയുന്ന ഈ 3 മന്ത്രിമാരെ കാണുമ്പോൾ അത് വളരെ വ്യക്തമാണ്. ഇത് പിണറായി വിജയന് നേരെയുള്ള കേന്ദ്ര അന്വേഷണത്തിലും അവർക്ക് വലിയ സഹായകരമാകും. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്വർണം മോഷ്ടിച്ചത് പിണറായി വിജയൻ്റെ സർക്കാർ അറിഞ്ഞുകൊണ്ടാണ് എന്ന് തെളിഞ്ഞിട്ടും പ്രധാനപ്പെട്ട CPM നേതാക്കളെല്ലാം ജയിലിനകത്ത് കിടക്കുമ്പോഴും ബി.ജെ.പി എന്ന പാർട്ടി ഒരു സമരം പോയിട്ട് ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. പണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശന സമയത്ത് വലിയ സമരം നയിച്ചവരാണ് ഈ ബി.ജെ.പി നേതാക്കൾ. എന്നാൽ സോണിയാഗാന്ധിയുടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ പ്രകടനങ്ങൾ ആരംഭിച്ചു ബി.ജെ.പി. പാവം ഒന്നും അറിയാത്ത പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാത്രമാണ് ബി.ജെ.പി പ്രകടനം നടത്തിയത്. ഒരു ദേവസ്വം ബോർഡ് ഓഫീസിലേക്കും അവർ പ്രകടനം നടത്തിയതായി കണ്ടില്ല. അങ്ങനെ ശബരിമല അന്വേഷണം പോലും അട്ടിമറിച്ച് കോൺഗ്രസിനെ തകർക്കാനാണ് കേരളത്തിൽ ബി.ജെ.പി CPM നേതൃത്വം പദ്ധതിയിട്ടിരിക്കുന്നത്. അതിലേക്കായി നിയമസഭയിൽ ബി.ജെ.പി ഏജൻ്റായി പ്രവർത്തിക്കുന്ന മന്ത്രിമാരാണ് ഇന്ന് അഴിഞ്ഞാടുന്നതും കണ്ടത്.